നമസ്കാരം. ഇപ്പോൾ കിട്ടിയത് ആരംഭിക്കുന്ന എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഞാൻ പ്രവിത ലക്ഷ്മി. വിശദമായ വാർത്തകൾ നോക്കാം. ഈസ്റ്റർ ദിവസം പ്രവൃത്തി ദിനമാക്കിയുള്ള വിവാദ ഉത്തരവ് പിൻവലിച്ച് മണിപ്പൂർ ഗവർണർ ഉത്തരവിറക്കി. ദുഃഖവെള്ളിയും ഈസ്റ്റർ ദിനത്തിനും അവധിയുണ്ടാകും. ശനിയാഴ്ച പ്രവൃത്തി ദിവസമാകുമെന്നും പുതിയ ഉത്തരവിൽ വ്യക്തമാക്കുന്നു. ബൽറാം നെടുങ്ങാടി ഡൽഹിയിൽ നിന്ന് ചേരുന്നുണ്ട്. ബൽറാം, ഈ ഉത്തരവിന് പിന്നാലെ വലിയ പ്രതിഷേധം രാജ്യത്തെമ്പാടുമുണ്ടായിരുന്നു. ഇപ്പോൾ ഈ ഉത്തരവ് പുതിയ ഉത്തരവ് ഇറക്കിയിരിക്കുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. എന്തൊക്കെയാണ് ഇതിൽ പറയുന്നത്? പ്രവിത, കഴിഞ്ഞ ദിവസം മണിപ്പൂർ ഗവർണർക്ക് വേണ്ടി അംഗോം ഹീര സിംഗ് ഡെപ്യൂട്ടി സെക്രട്ടറി ഇറക്കിയ ഉത്തരവാണ് വലിയ വിവാദങ്ങൾക്ക് വഴിവെച്ചത്. ഈ ഉത്തരവിൽ സാമ്പത്തിക വർഷത്തിന്റെ അവസാനം ആയതുകൊണ്ട് തന്നെ സർക്കാർ ഓഫീസുകൾ ശനി ഞായർ ദിവസങ്ങളിൽ പ്രവർത്തിക്കണം എന്നാണ് വ്യക്തമാക്കിയിരുന്നത്. അതിൽ ഈസ്റ്റർ ദിനം ഉൾപ്പെടെ പ്രവൃത്തി ദിവസമാക്കിക്കൊണ്ടുള്ള ഈ ഉത്തരവിനെതിരെ കടുത്ത പ്രതിഷേധം ഉയരുകയായിരുന്നു. മണിപ്പൂർ പ്രത്യേകിച്ചും 41% ക്രിസ്ത്യൻ വിഭാഗങ്ങൾ കഴിയുന്ന സംസ്ഥാനമാണ്. അതിൽ തന്നെ 50% സർക്കാർ ജീവനക്കാരും ക്രിസ്ത്യൻ വിഭാഗത്തിൽ നിന്നുള്ളവരായിരിക്കെയാണ് ഇത്തരത്തിൽ ഒരു ഉത്തരവ് ഉണ്ടായത്. ഇത് വിവാദമാകുകയും തുടർന്ന് കടുത്ത രാഷ്ട്രീയ പ്രതിഷേധങ്ങൾ ഇതിനെതിരെ ഉയർന്നു വരികയും ചെയ്തിരുന്നു. കേരളത്തിൽ നിന്നടക്കം കടുത്ത പ്രതിഷേധങ്ങൾ ഉയർന്ന പശ്ചാത്തലത്തിലാണ് ഈ വിവാദ ഉത്തരവ് പരിഷ്കരിച്ചുകൊണ്ട് പുതിയ ഉത്തരവ് ഇന്ന് പുറത്തിറക്കിയിരിക്കുന്നത്. ഈ ഉത്തരവിൽ പ്രധാനമായും വ്യക്തമാക്കുന്നത് ശനിയാഴ്ച പ്രവൃത്തി ദിവസമായി തുടരും എങ്കിൽ പോലും ഈസ്റ്റർ ദിനത്തിൽ പ്രവൃത്തി ദിവസമാക്കിക്കൊണ്ടുള്ള ഉത്തരവ് മാറ്റുകയായിരുന്നു. അതായത് ഈസ്റ്ററിന് അവധി നൽകിക്കൊണ്ടുള്ളതാണ് പുതിയ ഉത്തരവ്, പരിഷ്കരിച്ച ഉത്തരവ് എന്നുള്ളത്. ഈ ഉത്തരവിനെതിരെ കടുത്ത പ്രതിഷേധവുമായി ക്രിസ്ത്യൻ സംയുക്ത സംഘടനയായ യുണൈറ്റഡ് ക്രിസ്ത്യൻ ഫോറം ശക്തമായ പ്രതിഷേധവുമായി രംഗത്തെത്തുകയും ഇത് വിവേചനപരമായ തീരുമാനമാണ് എന്നും രാജ്യത്തെ ജനങ്ങളോടുള്ള വെല്ലുവിളിയാണ്, അവഹേളിക്കുന്നതിന് തുല്യമാണ് ഈ ഉത്തരവ് എന്നും കോടതികൾ ഈ വിഷയത്തിൽ സ്വമേധയാ ഇടപെടൽ നടത്തണമെന്നുമുള്ള ആവശ്യം ഉന്നയിച്ചിരുന്നു. അതേസമയം വിവാദ ഉത്തരവ് പിൻവലിച്ച് പരിഷ്കരിച്ചുകൊണ്ട് പുതിയ ഉത്തരവ് ഇറങ്ങിയതിന് പിന്നാലെ കേരളത്തിന്റെ ചുമതലയുള്ള ബിജെപിയുടെ പ്രഭാരി പ്രകാശ് ജാവ്ദേക്കർ പ്രതികരണവുമായി രംഗത്തെത്തി. ഉത്തരവ് പരിഷ്കരിച്ചുവെന്നും മറ്റൊരു വിഷയവും ഇല്ലാത്തതുകൊണ്ടാണ് കോൺഗ്രസ് ഇതിനെ വിവാദമാക്കിയത് എന്നും റഷ്യയിൽ ഹമാസ് നടത്തിയ ആക്രമണത്തെക്കുറിച്ച് എന്നാണ് കോൺഗ്രസുകാരും കമ്മ്യൂണിസ്റ്റുകാരും പ്രതികരിക്കുക എന്നുമാണ് പ്രകാശ് ജാവ്ദേക്കറിന്റെ പ്രതികരണം. ശരി, ബൽറാം നെടുങ്ങാടിയാണ് വിവരങ്ങൾ നൽകിയത്. ഈസ്റ്റർ ദിവസം പ്രവൃത്തി ദിനമാക്കിയുള്ള വിവാദ ഉത്തരവ് പിൻവലിച്ചിരിക്കുകയാണ് മണിപ്പൂർ ഗവർണർ. ദുഃഖവെള്ളിയും ഈസ്റ്റർ ദിനവും അവധിയായിരിക്കും എന്നാണ് പുതിയ ഉത്തരവിൽ പറയുന്നത്. വിശദാംശങ്ങളാണ് ബൽറാം നൽകിയത്. അരവിന്ദ് കെജ്രിവാളിന്റെ അറസ്റ്റിൽ യുഎസിന്റെ ആവർത്തിച്ചുള്ള പരാമർശങ്ങളിൽ എതിർപ്പറിയിച്ച് വിദേശകാര്യ മന്ത്രാലയം. സ്വതന്ത്രമായ നീതിന്യായ സംവിധാനം ഇന്ത്യയുടെ അഭിമാനമാണ്. നിയമ സംവിധാനങ്ങളാണ് ഇന്ത്യയിൽ അന്വേഷണ ഏജൻസികളെ നിയന്ത്രിക്കുന്നതെന്നും ഇന്ത്യ മറുപടി നൽകി. രാധാകൃഷ്ണൻ ഡൽഹിയിൽ നിന്ന് ചേരുന്നുണ്ട്. രാധാകൃഷ്ണൻ, ശക്തമായ മറുപടി തന്നെ ഇന്ത്യ നൽകിയിട്ടുണ്ട്. മറ്റ് വിശദാംശങ്ങൾ എന്താണ്? ഇന്ത്യ വ്യക്തമാക്കുന്നത് ഇന്ത്യയിൽ ഏതെങ്കിലും വ്യക്തികൾക്ക് എതിരായിട്ടുള്ള അന്വേഷണ നടപടികളെ നിയന്ത്രിക്കുന്നത് രാഷ്ട്രീയ സംവിധാനങ്ങളല്ല. അതുകൊണ്ട് ഗവൺമെന്റിന് ഏതെങ്കിലും വിധത്തിലുള്ള ഇടപെടൽ അല്ലെങ്കിൽ താൽപര്യം ഈ കേസ് ഉൾപ്പെടെയുള്ള ഒരു കേസിലും ഇല്ല. അന്വേഷണ ഏജൻസികളാണ് ഇതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളെല്ലാം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. നീതിന്യായ വ്യവസ്ഥ ഇന്ത്യയിൽ സ്വതന്ത്രമാണ്. നീതിന്യായ സംവിധാനമാണ് ഇതിനെയെല്ലാം പരിശോധിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഏതെങ്കിലും വിധത്തിൽ ഒരാക്ഷേപം ഇന്ത്യയുടെ നീതിന്യായ വ്യവസ്ഥയ്ക്ക് മുന്നിൽ ചൊരിയുന്ന ഏത് നീക്കവും അനുചിതമാണ്. അതുകൊണ്ട് തന്നെ അമേരിക്കയുടെ പ്രസ്താവന അത് ഏതർത്ഥത്തിൽ നോക്കിയാലും അനുചിതവും ആവശ്യമില്ലാത്തതും ഒഴിവാക്കപ്പെടേണ്ടതും ആയിരുന്നു എന്നുള്ളതാണ് ഇന്ത്യയുടെ നിലപാട്. അത് ഇന്ത്യ കൃത്യമായിട്ട് അമേരിക്കയെ അറിയിച്ചിട്ടുണ്ട് എന്നതും വ്യക്തമാക്കുന്നുണ്ട്. രാജ്യത്തെ രാഷ്ട്രീയമായിട്ടുള്ള പ്രശ്നങ്ങൾ അല്ലെങ്കിൽ രാജ്യത്ത് ഉണ്ടാകുന്ന രാഷ്ട്രീയമായിട്ടുള്ള ചർച്ചകൾ അതൊക്കെ ആഭ്യന്തരമായിട്ടുള്ള വിഷയമാണ്. അതിൽ മറ്റേതെങ്കിലും ഒരു വിദേശ രാജ്യത്തിന്റെ പ്രതികരണം ഇന്ത്യ അനുവദിക്കുന്നതല്ല അഥവാ അംഗീകരിക്കുന്നതല്ല എന്നാണ് ഇന്ത്യ വ്യക്തമാക്കുന്നത്. പ്രവിത, ഈ മാർക്കറ്റ് വ്യൂവിന്റെ സമയമാണ്. ക്രിസ്റ്റിന ചെറിയൻ. DBFS മാർക്കറ്റ് വ്യൂ സമർപ്പിക്കുന്നത് DBFS വെൽത്ത് മാനേജ്മെന്റ് ആൻഡ് നോൺ ബാങ്കിംഗ് ഫൈനാൻസ്. ഗുഡ് ഈവനിംഗ്. മാർക്കറ്റ് വ്യൂവിലേക്ക് സ്വാഗതം. ആദ്യം ഹെഡ്ലൈൻസ്. സാമ്പത്തിക വർഷത്തിലെ അവസാന വ്യാപാര ദിനത്തിൽ തിളങ്ങിയ വിപണികൾ. സെൻസെക്സ് 655 പോയിന്റ് കൂടി. നിഫ്റ്റി 22,300 മുകളിൽ. ഡോളറിനെതിരെ രൂപയുടെ മൂല്യത്തിൽ 6 പൈസയുടെ ഇടിവ്. അംബുജ സിമന്റ്സിൽ 6,661 കോടി നിക്ഷേപിച്ച അദാനി കുടുംബം. പ്രഖ്യാപനത്തെ തുടർന്ന് അംബുജ സിമന്റ്സ് ഓഹരികൾ 1% ഉയർന്നു.
7.5 ലക്ഷം കോടി കടമെടുക്കാൻ കേന്ദ്രം. വായ്പയെടുക്കുന്നത് അടുത്ത സാമ്പത്തിക വർഷത്തിന്റെ ആദ്യ പാദത്തിലെ ചെലവുകൾക്കും ക്ഷേമ പ്രവർത്തനങ്ങൾക്കും തുക കണ്ടെത്താൻ. ഏപ്രിൽ സെപ്റ്റംബർ പാദത്തിലേക്കുള്ള കടമെടുപ്പ് ഹരിത ബോണ്ട് ഉൾപ്പെടെയുള്ള കടപ്പത്രങ്ങളിലൂടെ 3 മുതൽ 50 വരെ വർഷം കാലാവധിയുള്ള ഹരിത ബോണ്ടുകളിലൂടെ കടമെടുക്കുന്നത് 12,000 കോടി രൂപ. ഉപഭോക്താവിന് ആശ്വാസമായി എറണാകുളം ജില്ലാ ഉപഭോക്തൃ തർക്ക പരിഹാര കമ്മീഷൻ വിധി. വിറ്റ സാധനങ്ങൾ തിരികെ എടുക്കില്ലെന്നും പകരം നൽകില്ലെന്നും പറയുന്നത് ശരിയല്ലെന്ന് വിധി. ബില്ലുകളിൽ ഇത്തരം പ്രസ്താവനയുണ്ടാകുന്നത് അന്യായവും നിയമവിരുദ്ധവുമെന്ന് കമ്മീഷൻ. വിധി പ്രസ്താവം കേടായ സ്മാർട്ട് വാച്ച് നന്നാക്കി നൽകുന്നതിൽ വീഴ്ച വരുത്തിയെന്ന് കാണിച്ച് ഉപഭോക്താവ് വ്യാപാരിക്കെതിരെ നൽകിയ പരാതിയിൽ നഷ്ടപരിഹാരവും പകരം വാച്ചും നൽകണമെന്ന് വിധി. അടുത്ത മാസം 1 മുതൽ ടൊയോട്ട വാഹനങ്ങളുടെ വില ഉയരും. ചില വാഹനങ്ങളുടെ വില 1% വരെ കൂടും. നിർമ്മാണ വസ്തുക്കളുടെ വിലയും നടത്തിപ്പ് ചെലവും കൂടിയത് തിരിച്ചടിയായെന്ന് കമ്പനി. നടപ്പ് സാമ്പത്തിക വർഷം വിപണികൾ കണ്ടത് IPO പൂരം. വിപണി പ്രവേശം നടത്തിയ 76 കമ്പനികൾ സംയുക്തമായി സമാഹരിച്ചത് 52,116 കോടി. ഏറ്റവും അധികം നേട്ടമുണ്ടാക്കിയത് 4,326 കോടി സമാഹരിച്ച മാൻകൈൻഡ് ഫാർമ. IPO വഴി എത്തിയ 48 കമ്പനികളും ഇതിനോടകം നിക്ഷേപകർക്ക് 10% നേട്ടം നൽകിയെന്നും കണക്ക്. ഈ സാമ്പത്തിക വർഷത്തിലെ അവസാന വ്യാപാര ദിവസത്തിൽ ഏറെ തിളക്കത്തോടെയാണ് വിപണികൾ ക്ലോസ് ചെയ്തത്. ദേശീയ ഓഹരി വിപണി 22,300 എന്ന നിലവാരത്തിന് മുകളിലായിട്ടാണ് വ്യാപാരം അവസാനിപ്പിച്ചത്. നോക്കിയാൽ 203 പോയിന്റ് ഉയർന്ന് 22,326 നിഫ്റ്റി വ്യാപാരം അവസാനിപ്പിച്ചിരിക്കുന്നത്. ഇന്ന് ബാങ്കിംഗ് മേഖലയും ഫൈനാൻഷ്യൽ സർവീസസ് സെക്ടറും മികച്ച രീതിയിലാണ് വ്യാപാരം അവസാനിപ്പിച്ചിരിക്കുന്നത്. ഇനി ബോംബെ ഓഹരി സൂചികയിലേക്ക് വന്നു കഴിഞ്ഞാൽ 655 പോയിന്റ് കൂടി 73,651 എന്ന നിലയിലാണ് വ്യാപാരം അവസാനിപ്പിച്ചത്. ഡോളറിനെതിരെ രൂപ 6 പൈസ ഇടിഞ്ഞാണ് ഇന്ന് വ്യാപാരാനന്തരം നമ്മൾ കണ്ടത്. ശ്രീ പോൾ തോമസ് ഉണ്ട്, എക്സിക്യൂട്ടീവ് ഡയറക്ടർ DBFS, ഇന്നത്തെ വിപണി വിശകലനം ചെയ്യാനായിട്ട്. ഗുഡ് ഈവനിങ് ശ്രീ പോൾ തോമസ്. എന്തായാലും അവസാന ദിവസം വളരെ തിളക്കത്തിലാണ്. 1000 പോയിന്റ് വരെയൊക്കെ ഉയർന്നതിന് ശേഷമാണ് ഇന്ന് വിപണി 73,000 മുകളിൽ ക്ലോസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അടുത്ത സാമ്പത്തിക വർഷം എങ്ങനെയായിരിക്കും? ഇന്നത്തെ ഒരു ട്രെൻഡ് ഇത്തരത്തിൽ വരാൻ കാരണമെന്ത്? ഗുഡ് ഈവനിങ് ക്രിസ്റ്റിന. ഇന്ന് പ്രധാനമായിട്ട് ബാങ്കുകളും ഫിനാൻഷ്യൽ കമ്പനികളും ഒരു നല്ല കയറ്റത്തിലായിരുന്നു. അതിൻ്റെ പ്രധാന കാരണം ഓൾട്ടർനേറ്റീവ് ഇൻവെസ്റ്റ്മെൻറ്റ് ഫണ്ടുകൾക്ക് 100% പ്രൊവിഷൻ വേണം എന്ന് നേരത്തെ RBI പറഞ്ഞിരുന്നതിൽ നിന്നും അവർ ആ ഒരു നിയമത്തിൽ നിന്ന് മാറ്റം കഴിഞ്ഞ ദിവസം വരുത്തിയായിരുന്നു. അത് ബാങ്കുകളെയും ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിനെയും വളരെയധികം അവരുടെ പ്രോഫിറ്റബിലിറ്റി ഈ ക്വാർട്ടറിൽ കൂടാനായിട്ട് സഹായിക്കും. അതാണ് ഒരു പ്രധാനപ്പെട്ട കാരണം. പിന്നെ ഇയർ എൻഡിങ്ങുമായിട്ട് ബന്ധപ്പെട്ട് മാർക്കറ്റ് ഒരു ഹൈയിൽ ക്ലോസ് ചെയ്യുക എന്നുള്ള ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻസിൻ്റെ ഒരു കാര്യങ്ങളും ഒരു പ്രത്യേക കാരണമാണ് ഇന്ന് മാർക്കറ്റ് കയറാനുള്ള കാരണം. ഇന്ന് 2:30 വരെ മാർക്കറ്റ് കണ്ടിന്യൂസ് ആയിട്ട് ഉയരുകയായിരുന്നു. ഏകദേശം നിഫ്റ്റിയെ സംബന്ധിച്ച് ഓൾ ടൈം ഹൈയുടെ അടുത്ത്, അതായത് 22,526 ഓൾ ടൈം ഹൈ. 516 വരെ കയറിയിട്ടാണ് പിന്നീട് താണ് 22,326 ക്ലോസ് ചെയ്തത്. വരുന്ന ആഴ്ചകളിൽ മാർക്കറ്റ് ഈ ഒരു മുന്നേറ്റം കണ്ടിന്യൂ ചെയ്യുമെന്ന് തോന്നുന്നില്ല. എന്നിരുന്നാലും അടുത്ത തിങ്കളാഴ്ച പുതിയ ഒരു ഫ്യൂച്ചേഴ്സിൻ്റെ ഓപ്പണിംഗ് ആണ്. അത് പ്രകാരം ഒരു ചെറിയൊരു ബൈയിങ് ഒക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. എന്നിരുന്നാലും ആ മാസം മുഴുവനായിട്ട് എടുത്തു കഴിഞ്ഞാൽ മാർക്കറ്റ് കയറി ഇറങ്ങി നിൽക്കാൻ തന്നെയാണ് സാധ്യതകൾ. പ്രത്യേകിച്ച് ഇലക്ഷനൊക്കെ മുന്നിൽ കണ്ടുകൊണ്ടുള്ള പല ന്യൂസുകളും അതിനെ അടുത്ത മാസത്തെ വിപണിയെ ബാധിക്കുമെന്ന് തന്നെ വേണം നമുക്ക് കരുതാനായിട്ട്. ശരി, താങ്ക് യു ശ്രീ പോൾ തോമസ്. നാളെ ദുഃഖവെള്ളി പ്രമാണിച്ച് വിപണിക്ക് അവധിയായിരിക്കും. തിങ്കളാഴ്ച മുതൽ ഏത് രീതിയിലായിരിക്കും വിപണികൾ പോകുന്നതെന്ന് നമുക്ക് നോക്കിക്കാണേണ്ടിയിരിക്കുന്നു. മാർക്കറ്റ് വ്യൂ പൂർണ്ണമാകുന്നു. ഇടവേളയ്ക്ക് ശേഷം ഇപ്പോൾ കിട്ടിയത് തുടരും. കണ്ണൂർ പയ്യാമ്പലത്ത് CPIM നേതാക്കളുടെ സ്മൃതി കുടീരങ്ങളിൽ കരിയോയിൽ ഒഴിച്ച സംഭവം പ്രത്യേക സംഘം അന്വേഷിക്കും. കണ്ണൂർ സിറ്റി പോലീസ് കമ്മീഷണർ അജിത് കുമാറിനാണ് മേൽനോട്ട ചുമതല. ACP സിബി ടോമാണ് അന്വേഷണ സംഘത്തലവൻ. 11 അംഗ പ്രത്യേക അന്വേഷണ സംഘത്തിനാണ് രൂപം നൽകിയിരിക്കുന്നത്. ദീപക് ധർമ്മടം കോഴിക്കോട് നിന്ന് ചേരുന്നുണ്ട്. ദീപക്, കണ്ണൂർ എന്ന് പറയുന്നത് ഈ ഇടത് പാർട്ടി ഏറെ പ്രബലമായ ഒരു ഇടം കൂടിയാണ്. ഈ സ്ഥലത്താണ് ഇപ്പോൾ നേതാക്കളുടെ പ്രതിമകൾ നശിപ്പിക്കപ്പെട്ടിരിക്കുന്നത്. ഈ ഒരു സാഹചര്യത്തിൽ അന്വേഷണ സംഘത്തിന് രൂപം നൽകിയിട്ടുണ്ടല്ലോ. അന്വേഷണ സംഘത്തിൽ ആരെല്ലാം ഉണ്ട്? അതോടൊപ്പം തന്നെ സമാധാന അന്തരീക്ഷം നിലനിർത്താൻ എത്രത്തോളം ശ്രമകരമാണ് പോലീസിനെ സംബന്ധിച്ച്?
പ്രവിത, കണ്ണൂരിലെ പയ്യാമ്പലത്തെ സ്മാരക സ്തൂപങ്ങൾ CPIM-നെ സംബന്ധിച്ചിടത്തോളം അവരുടെ കൃത്യമായ അടയാളമാണ്, രാഷ്ട്രീയ അടയാളമാണ്. മിക്കവാറും തെരഞ്ഞെടുപ്പ് പ്രചരണം, അതുപോലെ തന്നെ ഈ സ്മരണ ദിനങ്ങൾ, ഓർമ്മ ദിനങ്ങൾ എല്ലാം അവിടെ വലിയ രീതിയിലുള്ള പരിപാടിയായി നടത്താറുള്ളതാണ്. അത്തരം സ്മാരക സ്തൂപങ്ങൾക്ക് നേരെയാണ് അതിക്രമം നടന്നത്. അതുകൊണ്ട് തന്നെ വലിയ ഗൗരവത്തിലാണ് അതിനെ പാർട്ടി എടുത്തിരിക്കുന്നത്. ഏതായാലും ഇപ്പോൾ പോലീസ് തലപ്പത്ത് ഇതിന്റെ ഒരു പ്രാഥമികമായ ചർച്ച നടന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ പ്രത്യേക അന്വേഷണ സംഘത്തെ, 11 അംഗ അന്വേഷണ സംഘത്തെയാണ് രൂപീകരിച്ചിരിക്കുന്നത്. കണ്ണൂർ സിറ്റി പോലീസ് കമ്മീഷണർ അജിത് കുമാറിനാണ് മേൽനോട്ട ചുമതല. ACP സിബി ടോമിനാണ് അന്വേഷണ സംഘത്തിന്റെ തലവനായി, ടീം ചീഫായി ചുമതലയേൽപ്പിച്ചിരിക്കുന്നത്. ഇതിൽ IP സുഭാഷ് ബാബു ഉൾപ്പെടെയുള്ള 11 പേരുടെ അന്വേഷണ സംഘമാണ് രൂപീകരിച്ചിരിക്കുന്നത്. ഈ രീതിയിലുള്ള അതിക്രമം സംഘർഷത്തിലേക്ക് സ്വാഭാവികമായി കടക്കും എന്ന് CPIM-ന് തിരിച്ചറിവുണ്ട്. അതുകൊണ്ട് തന്നെ യാതൊരു പ്രകോപനവും പ്രവർത്തകരുടെ ഭാഗത്തുനിന്നും ഉണ്ടാകാൻ പാടില്ല എന്ന് CPIM-ന്റെ സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ മാസ്റ്റർ തന്നെ ആഹ്വാനമായി തന്നെ നൽകിയിരിക്കുന്നു. മാത്രമല്ല, ഇന്ന് TV രാജേഷ്, അവിടുത്തെ കണ്ണൂർ ജില്ലാ ആക്ടിംഗ് സെക്രട്ടറി TV രാജേഷ് ഉൾപ്പെടെയുള്ള നേതാക്കൾ സ്ഥലം സന്ദർശിച്ചിരുന്നു. ഞാൻ അല്പം മുമ്പ് കണ്ണൂർ സിറ്റി പോലീസ് കമ്മീഷണറുമായി സംസാരിച്ചു. അദ്ദേഹം പറയുന്നത് ഇത് സമയമെടുത്ത് കണ്ടെത്താൻ വേണ്ടിയുള്ള ശാസ്ത്രീയ അന്വേഷണമാണ് നടക്കുന്നത്. ഏതായാലും അദ്ദേഹത്തിന്റെ മേൽനോട്ടത്തിലാണ് ഈ പ്രത്യേക അന്വേഷണ സംഘത്തെ രൂപീകരിച്ചിരിക്കുന്നത്. പ്രവിത. ശരി, ദീപക് ധർമ്മടമാണ് വിവരങ്ങൾ നൽകിയത്. തിരഞ്ഞെടുപ്പ് ചൂലിൽ രാജ്യം. ICL FinCorp 24 ഇലക്ഷൻ സമർപ്പിക്കുന്നത് ICL FinCorp, the intelligent choice. Powered by Asset, responsibly yours. in association with Durashine Roof and Wall Sheets, ഒരു ടാറ്റ ബ്ലൂസ്കോപ്പ് സ്റ്റീൽ ഉൽപ്പന്നം. ബോളിവുഡ് താരം ഗോവിന്ദ ശിവസേനയിൽ ചേർന്നു. മഹാരാഷ്ട്ര മുഖ്യമന്ത്രി ഏക്നാഥ് ഷിൻഡെയിൽ നിന്ന് അംഗത്വം സ്വീകരിച്ചു. ശ്രീനാഥ് ചന്ദ്രൻ മുംബൈയിൽ നിന്ന് ചേരുന്നു. ശ്രീനാഥ്, വിവരങ്ങൾ. അല്പസമയം മുമ്പാണ് മുംബൈയിൽ വെച്ച് നടന്ന ചടങ്ങിൽ ഗോവിന്ദ ശിവസേനയിൽ ചേർന്നത്. ഏക്നാഥ് ഷിൻഡെ അദ്ദേഹത്തെ പാർട്ടിയിലേക്ക് സ്വീകരിച്ചു. ഈ പാർട്ടിയിലേക്ക് അംഗത്വം എടുക്കാനുള്ള ചടങ്ങിൽ വന്നതും ഏക്നാഥ് ഷിൻഡെയോടൊപ്പം അദ്ദേഹത്തിന്റെ വാഹനത്തിൽ തന്നെയായിരുന്നു. ഗോവിന്ദ അറിയാം, അദ്ദേഹത്തിന് മുൻപ് തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചുള്ള പരിചയമുണ്ട്. പക്ഷെ അന്ന് കോൺഗ്രസ് സ്ഥാനാർത്ഥിയായിട്ടായിരുന്നു അദ്ദേഹം മത്സരിച്ചത്. 2004-ൽ കോൺഗ്രസ് ടിക്കറ്റിൽ മുംബൈ നോർത്തിൽ നിന്ന് അന്ന് മത്സരിക്കുകയും BJPയുടെ വലിയ കരുത്തനായ നേതാവായ റാം നായിക്കിനെ അദ്ദേഹം തോൽപ്പിക്കുകയും ചെയ്തിരുന്നു. പക്ഷേ പിന്നീട് അദ്ദേഹത്തിന്റെ ട്രാക്ക് റെക്കോർഡൊക്കെ വളരെ മോശമായ രാഷ്ട്രീയത്തിലായ പോലും. ഏതായാലും ഇപ്പോൾ മുംബൈയിൽ അദ്ദേഹം ശിവസേനയിലേക്ക് ചേരുമ്പോൾ ശിവസേന ഏക്നാഥ് ഷിൻഡെ വിഭാഗം ലക്ഷ്യമിടുന്നത് മുംബൈ നോർത്ത് വെസ്റ്റ് മണ്ഡലത്തിൽ അദ്ദേഹത്തെ സ്ഥാനാർത്ഥിയാക്കാൻ വേണ്ടിയാണ്. അവിടെ ഉത്തര വിഭാഗം മുൻ MP ആയ ഗജാനന്ദ് കീർത്തിക്കറിന്റെ മകൻ അമോൽ കീർത്തിക്കറിനെ സ്ഥാനാർത്ഥിയാക്കിയപ്പോൾ അതിന് ഒരു മറുപടി എന്നോണം ഗോവിന്ദയെ അവിടെ മത്സരിപ്പിക്കാനുള്ള നീക്കങ്ങളാണ് യഥാർത്ഥത്തിൽ ശിവസേന ഷിൻഡെ വിഭാഗത്തിൽ നടക്കുന്നത്. ആ ആലോചനകളുടെ ഭാഗമായാണ് കഴിഞ്ഞ ശനിയാഴ്ച ഗോവിന്ദയുമായി നേരിട്ട് ഏക്നാഥ് ഷിൻഡെ തന്നെ കൂടിക്കാഴ്ച നടത്തുന്നതും ഏറ്റവും ഒടുവിൽ അദ്ദേഹം ഇപ്പോൾ ശിവസേനയിൽ ചേരുന്നതും. ശരി, ബോളിവുഡ് താരം ഗോവിന്ദ ശിവസേനയിൽ ചേർന്നു. വിവരങ്ങളാണ് ശ്രീനാഥ് ചന്ദ്രൻ നൽകിയത്. പത്മ പുരസ്കാര ജേതാവ് ഡോക്ടർ ദമയന്തി ബഷാരയും BJD മുൻ നേതാവ് സിദ്ധാന്ത് മൊഹാപത്രയും BJPയിൽ ചേർന്നു. ഡൽഹിയിൽ BJP ദേശീയ ആസ്ഥാനത്തെത്തിയാണ് ഇരുവരും പാർട്ടി അംഗത്വം സ്വീകരിച്ചത്. ബൽറാം നെടുങ്ങാടി ഡൽഹിയിൽ നിന്ന് ചേരുന്നു. ബൽറാം, വിവരങ്ങൾ. പ്രവിത, ഒഡീഷയിൽ നിയമസഭാ ലോക്സഭാ തിരഞ്ഞെടുപ്പുകൾ ഒരുമിച്ച് നടക്കാനിരിക്കെ അവിടെ കൂടുതൽ പേരെ പാർട്ടിയിലേക്ക് എത്തിക്കാനുള്ള നീക്കങ്ങൾ BJP സജീവമാക്കുകയാണ്. ഇതിന്റെ ഭാഗമായാണ് പ്രശസ്ത എഴുത്തുകാരിയും സാന്താൾ വിഭാഗത്തിൽ നിന്നുള്ള എഴുത്തുകാരിയും പത്മശ്രീ പുരസ്കാര ജേതാവും ആയ ദമയന്തി ബഷാരയെ BJPയിലേക്ക് എത്തിച്ചിരിക്കുന്നത്. ഇന്ന് BJP ദേശീയ ആസ്ഥാനത്ത് നടന്ന ചടങ്ങിലാണ് ദമയന്തി ബഷാരയും ഒപ്പം തന്നെ BJDയുടെ മുൻ നേതാവ് സിദ്ധാന്ത് മൊഹാപാത്രയും പാർട്ടി അംഗത്വം സ്വീകരിച്ചത്. BJPയിൽ എത്തിയ ശേഷം ഇരുവരും BJP ദേശീയ അധ്യക്ഷൻ JP നദ്ദയുമായി കൂടിക്കാഴ്ച നടത്തിയിട്ടുണ്ട്. ഒപ്പം തന്നെ ഏറ്റവും ഒടുവിൽ ഹരിയാനയിൽ നിന്നും മുൻ കോൺഗ്രസിന്റെ മുൻ നേതാവ് സാവിത്രി ജിൻഡൽ പാർട്ടി വിട്ട് BJPയിലേക്ക് എത്തിയിരിക്കുന്നു. ഹരിയാനയിലെ മുൻ മന്ത്രി കൂടിയായ സാവിത്രി ജിൻഡൽ രാജ്യത്ത് ഏറ്റവും കൂടുതൽ സാമ്പത്തിക സ്ഥിതിയുള്ള രാഷ്ട്രീയ പ്രവർത്തക എന്ന വിശേഷണം കൂടിയുള്ള വ്യക്തിയാണ്. ഹിസാറിൽ നടന്ന ചടങ്ങിലാണ് സാവിത്രി ജിൻഡൽ പാർട്ടി അംഗത്വം സ്വീകരിച്ചത്. ബൽറാം നെടുങ്ങാടിയാണ് വിവരങ്ങൾ നൽകിയത്. കോഴിക്കോട് താമരശ്ശേരി ചുരത്തിൽ ഗതാഗതക്കുരുക്ക്. ചുരത്തിൽ ലോറി കുടുങ്ങിയതാണ് ഗതാഗത തടസ്സത്തിന് കാരണം.
കോഴിക്കോട് നിന്ന് അഭിജിത്ത് മുഴക്കുന്ന് ചേരുന്നുണ്ട്. അഭിജിത്ത്, ഈ ഗതാഗതക്കുരുക്ക് പരിഹരിക്കാൻ സാധിച്ചിട്ടുണ്ടോ? പ്രവിധ, നിലവിൽ ഗതാഗത തടസ്സം ഇപ്പോഴും അവിടെ നേരിടുന്നുണ്ട്. കാരണം ഈ 7-ാം വളവിനും 8-ാം വളവിനും ഇടയിലാണ് ലോറി കുടുങ്ങിയത്. ലോറിയുടെ സാങ്കേതിക തകരാർ പരിഹരിക്കുന്നതിനായി അങ്ങോട്ടേക്ക് മെക്കാനിക്കിനെ വിളിച്ചു വരുത്തിയിട്ടുണ്ട്. അതിനുശേഷം മാത്രമായിരിക്കും ലോറി അവിടെ നിന്ന് മാറ്റാൻ സാധിക്കുക. അതിനാൽ തന്നെ വാഹനങ്ങളുടെ ഒരു നീണ്ട നിര ഇപ്പോഴുമുണ്ട്. പ്രത്യേകിച്ച് ഇന്ന് അവധി ദിനമാണ്. അതിനാൽ ഈ വയനാട്ടിലേക്കുള്ള സഞ്ചാരികളുടെ ഒഴുക്കും തുടരുന്നുണ്ട്. ഏതായാലും നിലവിൽ ഈ വാഹനത്തിന്റെ തകരാർ പരിഹരിക്കാനുള്ള ശ്രമം ഊർജിതമായി ഈ ഇവിടെയുള്ള വളണ്ടിയേഴ്സിന്റെ നേതൃത്വത്തിൽ നടക്കുന്നുണ്ട്. നിലവിൽ വാഹനങ്ങളെ വൺ വേ ആയാണ് കടത്തിവിടുന്നത്. പ്രവിധ. ശരി, അഭിജിത്ത് മുഴക്കുന്നാണ് വിവരങ്ങൾ നൽകിയത്. പൗരത്വ നിയമ ഭേദഗതിക്കെതിരായ LDF റാലിയിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ സംസാരിക്കുന്നു. തത്സമയം. തയ്യാറാക്കാനുള്ള നടപടി പിന്നീട് വന്ന കോൺഗ്രസ് ഗവൺമെന്റാണ് തുടക്കം കുറിക്കുന്നത്. അതും നമ്മൾ ഓർത്തു പോകേണ്ട ഒരു കാര്യമാണ്. ഇവിടെ 2019 ഈ ഭേദഗതി മതത്തെ പൗരത്വം നിർവചിക്കാനുള്ള അടിസ്ഥാനമാക്കി മാറ്റുന്ന ഭേദഗതി അത് RSS അജണ്ടയുടെ ഭാഗമായി വന്നതാണ്. നമുക്കറിയാം, സംഘപരിവാറിന്റെ അജണ്ട അത് കൃത്യമായ വെറുപ്പിന്റെ പ്രത്യയശാസ്ത്രമാണ്. നമ്മുടെ മതേതരത്വത്തിന്റെ ലംഘനമാണ് ഇവിടെ നടന്നിരിക്കുന്നത്. നാം ഓർക്കേണ്ട ഒരു കാര്യം, എങ്ങനെയുള്ള നിയമങ്ങളൊക്കെ രാജ്യത്ത് കൊണ്ടുവരാം, ഈ കാര്യത്തിൽ നേരത്തെ തന്നെ വ്യക്തത വരുത്തിയിട്ടുണ്ട്. അത് കേശവാനന്ദ ഭാരതി കേസിൽ ദീർഘമായ വാദങ്ങൾ കേട്ട ശേഷം നമ്മുടെ രാജ്യത്തിൻ്റെ പരമോന്നത കോടതി, സുപ്രീം കോടതി വ്യക്തത വരുത്തിയ കാര്യമാണ്. അതിൽ സുപ്രീം കോടതി പറഞ്ഞു, മൗലികാവകാശം ഹനിക്കുന്ന രീതിയിൽ നിയമം കൊണ്ടുവരാൻ അധികാരമില്ല. അത് ഒരു ഗവൺമെന്റിനും ചെയ്യാൻ കഴിയില്ല, പാർലമെന്റിനോ നിയമസഭക്കോ ചെയ്യാൻ പറ്റില്ല. മൗലികാവകാശങ്ങൾ സംരക്ഷിക്കപ്പെടേണ്ടതാണ് എന്നാണ്. നമ്മുടെ രാജ്യത്തിൻ്റെ ഭരണഘടന ഉറപ്പു നൽകുന്നൊരു കാര്യം, നിയമത്തിന് മുന്നിൽ തുല്യത. റാലിയിൽ മുഖ്യമന്ത്രി സംസാരിക്കുകയായിരുന്നു. തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കണ്ടത്. നോക്കാം ഇനി ഇപ്പോഴത്തെ കാലാവസ്ഥ. ഇപ്പോഴത്തെ കാലാവസ്ഥ സമർപ്പിക്കുന്നത് ബർജർ പെയിന്റ്സ് 100 years of trust. ഇതോടെ ഇപ്പോൾ കിട്ടിയത് പൂർണ്ണമാകുന്നു.